വാർത്തകളിലേക്ക്. അയ്യപ്പൻകോവിൽ ആലടി ഫാമിലി ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കുമോ എന്നതിൽ ആശങ്ക. പുനഃപരിശോധനയിലും ആദ്യം അംഗീകരിച്ച പ്ലാനിലും ഉറച്ചു നിൽക്കുകയാണ് പൊതുമരാമത്ത് വിഭാഗം. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം ആലടിയിൽ എത്തി വീണ്ടും പരിശോധന നടത്തി. എന്നാൽ സംയുക്ത പുനഃപരിശോധനയിൽ നാഷണൽ ഹെൽത്ത് മിഷൻ എഞ്ചിനീയറും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പ്രതിനിധിയും പങ്കെടുത്തില്ല. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയ ആർക്കിടെക്ടാണ് കെട്ടിടത്തിന് പ്ലാൻ വരച്ചത്. തുടർന്ന് എറണാകുളം ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പരിശോധിച്ച് അംഗീകാരം നൽകി. തുടർന്ന് നിർമ്മാണത്തിന്റെ ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്ത് വന്ന് പരിശോധിച്ച ശേഷം പ്ലാനും എസ്റ്റിമേറ്റും അംഗീകരിച്ചു. എന്നാൽ NHM എഞ്ചിനീയർ തുടക്കം മുതൽ എതിർക്കുകയായിരുന്നു. തുടർന്ന് തർക്കം പരിഹരിക്കാൻ കളക്ടർ ജൂലൈ 4 ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. 8 സംയുക്ത പരിശോധന നടത്താൻ തീരുമാനിച്ചു. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. എന്നാൽ NHM എഞ്ചിനീയർ എത്തിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഫോണിൽ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് വിശദമായി പരിശോധിക്കുകയും ചെയ്തു. സ്ഥലത്തിന്റെ ഭൗതിക സൗകര്യം അനുസരിച്ച് പഴയ പ്ലാനും എസ്റ്റിമേറ്റുമാണ് അനുയോജ്യമെന്ന് വിലയിരുത്തി. NHM എഞ്ചിനീയറുടെ നിർദ്ദേശം പ്രായോഗികമല്ലെന്നും കണ്ടെത്തി. എന്നാൽ NHM എഞ്ചിനീയർ പ്ലാൻ അംഗീകരിച്ചെങ്കിൽ മാത്രമേ മെഡിക്കൽ ഓഫീസർ കെട്ടിടം പണിക്ക് അനുമതി നൽകുകയുള്ളൂ. വകുപ്പുകൾ തമ്മിലുള്ള തർക്കം കാരണം ആശുപത്രിക്ക് പുതിയ കെട്ടിടം പണിയാൻ കഴിയുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MO മിനിമോൾ, അസിസ്റ്റന്റ് എഞ്ചിനീയർ C രാജു, ഓവർസിയർമാരായ KS മിയ, അഞ്ജു പുരുഷോത്തമനൻ, ലിനു മോഹനൻ എന്നിവരാണ് പരിശോധനയ്ക്കെത്തിയത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ, വൈസ് പ്രസിഡന്റ് മനൂക്ക ജോൺ, പഞ്ചായത്ത് അംഗം B ബിനു എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഓൺലൈൻ മീറ്റിംഗ് വിളിക്കുകയും അതിൽ നിന്നും PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും DMO ഓഫീസിലെ NHM വന്ന് ഇന്ന്, അതായത് ചൊവ്വാഴ്ച വന്ന് ഈ ഹോസ്പിറ്റലിൽ പാർക്കിങ്ങിനുള്ള സ്ഥലമുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം അന്തിമ തീരുമാനം എടുക്കാമെന്ന് അന്ന് ആ മീറ്റിംഗിൽ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് PWD വിങ്ങിൽ നിന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഓഫീസർമാരും വരികയും വന്ന് നോക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പാർക്കിംഗ് നിലവിൽ വരച്ച പ്ലാൻ അംഗീകരിക്കുന്നതാണ് നല്ലതെന്നും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിർമ്മാണ സമയത്ത് പാർക്കിങ്ങിനുള്ള സ്പേസ് കണ്ടെത്താം എന്നുള്ള രീതിയിലാണ് ഇന്ന് തീരുമാനമായി പിരിഞ്ഞിരിക്കുന്നത്. പുതിയ കെട്ടിടം പണിയാൻ 2023-24 വാഴൂർ സോമൻ MLA 5 കോടി രൂപ അനുവദിച്ചു. എന്നാൽ ഭൂമിക്ക് ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല. തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട DMOയുടെ പേരിൽ ഭൂമിക്ക് പട്ടയം അനുവദിപ്പിച്ചു. തർക്കമുണ്ടായിരുന്നില്ലെങ്കിൽ 2025 മാർച്ച് നിർമ്മാണം പൂർത്തിയാക്കാമായിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പുനഃപരിശോധനയുടെ റിപ്പോർട്ടുമായി ഭരണസമിതി അടുത്ത ദിവസം കളക്ടറെ കാണും. നടപടി ഉണ്ടായില്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ സമീപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ അറിയിച്ചു. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.